ധാരാളം പലായനം കുടിയേറ്റം ഒക്കെ നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ
ഔസേപ്പച്ചൻ അതിന്റെ ഈണം നൽകി MG ശ്രീകുമാർ പാട്ടുപാടി ഒരു പാട്ടുണ്ട്. അതായത് സമയം ഈ അപൂർവ സായാഹ്നം, സമയം ഈ അപൂർവ സായാഹ്നം. ആ പാട്ടില് ശരിക്കും ആ പാട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് പറയാം. സമയം ഈ അപൂർവ സൗഭാഗ്യം. കാരണം ഇപ്പൊ നമുക്ക് ഈ കിട്ടുന്ന സമയം വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും അവരുടെ ആ ഒരു വിദ്യാഭ്യാസ ജീവിതം, സ്കൂൾ ജീവിതമാണ് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന്റെ ആ ഒരു നിഷ്കളങ്കത, കുട്ടിത്തം ഒന്നും കളയാതെ നിങ്ങൾ ആ ഒരു സ്കൂൾ ജീവിതം, ഈ ഒരു വിലപ്പെട്ട സമയം നല്ല രീതിയിൽ നിങ്ങളുടെ ഓർമ്മ ശക്തിപ്പെടുത്താനും ഭാവന വളർത്താനും നന്ദിയുള്ള ഒരു ഹൃദയവും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നതാണ് പരിസ്ഥിതി ദിനം. മറ്റന്നാളാണ് ജൂൺ 5. അപ്പൊ ഈ ഒരു ദിവസം മാത്രമല്ലാതെ പരിസ്ഥിതി ദിനമൊക്കെ 365 ദിവസവും ആചരിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പൊ പ്രകൃതിയോടും ആ ഒരു മനുഷ്യനോടും ഒക്കെ ചേർന്ന് കരുണയുള്ള, നന്മയുള്ള നല്ല ഒരു വ്യക്തിത്വങ്ങളെയാണ് നമുക്ക്, ഈ മനുഷ്യ സ്നേഹികളെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ഇവിടെ ഈ ഒരു മാറ്റങ്ങളുടെ ഒക്കെ ഇനിയിപ്പോ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ വരെ വരികയാണ്. ബുക്ക് നോക്കി പരീക്ഷ എഴുതാറുണ്ട്. ബുക്ക് നോക്കി പരീക്ഷ എഴുതാന്ന് പറയുന്നത് ഒട്ടും എളുപ്പമൊന്നുമല്ല. എവിടെ നോക്കിയത് നിങ്ങളുടെ പുസ്തകം നോക്കി എഴുതാൻ പറയുമ്പോൾ വളരെ എളുപ്പമായി. അങ്ങനെയല്ല. അപ്പൊ ഏറെ മാറ്റങ്ങളുടെ ഈ ഒരു നടുവില് നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ഭാഗത്ത് നിന്നും ആ ഒരു മാറാനായിട്ടുള്ള ഒരു ചിന്താഗതി, കഠിനാധ്വാനം ചെയ്ത് നന്മ ചെയ്ത് നമ്മുടെ ഭാവനകളെയൊക്കെ വിടർത്തിക്കൊണ്ട് നല്ല രീതിയിൽ നല്ല അറിവുകൾ സമ്പാദിച്ച് കായികമായിട്ടും അതുപോലെ തന്നെ കലാപരമായിട്ടും ഒക്കെ നമുക്ക് അറിവുകൾ സമ്പാദിച്ച് നല്ല ആരോഗ്യപരമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളുടെ അക്ഷരം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ദിവസവും ഒരു 2-3 വരികളൊക്കെ എഴുതി അങ്ങനെയുള്ള ഒരു ചിട്ടയായിട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളെ എല്ലാവരെയും ഈ ഒരു പുതുവർഷം, ഈ ഒരു പ്രവേശനോത്സവം, ഈ ഒരു ജൂൺ 3 എല്ലാവിധ അനുഗ്രഹത്തിന്റെയും നല്ലൊരു തുടക്കമാവട്ടെ. നല്ല കഥകൾ കേട്ടും വായിച്ചും പഠിച്ചും ഇപ്പൊ ഒരുപാട് പേര് ഭാഷകൾ പഠിക്കുന്നുണ്ട്. വിദേശത്തുള്ള ജർമ്മൻ, സ്പാനിഷ് അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പത്രത്തിലൊക്കെ തന്നെ വരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ ആദ്യം മലയാളം തന്നെ നന്നായിട്ട് വായിക്കാനും പഠിക്കാനും എഴുതാനും ഒക്കെ പഠിക്കണം. നമ്മുടെ മാതൃഭാഷയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മളെ അറിയണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുറ്റുപാടുകൾ അറിയണം, നമ്മുടെ സംസ്ഥാനത്തെ അറിയണം, നമ്മുടെ രാജ്യത്തെ അറിയണം, അതിലൂടെ ലോകത്തെ അറിയണം. അങ്ങനെയാണ് നമ്മൾ വളരേണ്ടത്. അപ്പൊ ഇതിനുള്ള എല്ലാ അറിവുകളും നിങ്ങൾ സമ്പാദിക്കുക. തോൽവികളൊക്കെ അതിജീവിച്ചുകൊണ്ട് ആത്മവിശ്വാസവും ധൈര്യവും